ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1567. ഇന്ന് ഏപ്രിൽ മാസം 15-ാം തീയതി 106-ാമത്തെ ദിവസത്തിലെത്തി. തിബേരിയസ് കടൽ തീരം അല്ലെങ്കിൽ തടാകത്തിന്റെ തീരം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായം. യേശു ഓർമ്മകളിൽ നിന്ന് പോലും ചിലർ പടിയിറങ്ങിപ്പോവുകയാണ്. ഓർമ്മ പോലും ഉള്ളില് അവശേഷിക്കാതെ ആഴപ്പെടാതെ പോകുന്നു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണമെന്നൊക്കെ അവസാന അത്താഴത്തിന്റെ വേളയില് അവൻ ഹൃദയം മുറിഞ്ഞ് ഓർമ്മപ്പെടുത്തിയിരുന്നു, പഠിപ്പിച്ചിരുന്നു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് അനുഷ്ഠിക്കണം. ഓർമ്മ പോലും നഷ്ടപ്പെടുകയാണ്. ഭൂമിയിലെ സ്നേഹബന്ധങ്ങൾക്കിടയില് അത്തരം ഓർമ്മ കൂടി നഷ്ടപ്പെട്ടാല് എന്താവും അവസ്ഥ? സംഭവിപ്പാനിരിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമ്മുടെ മുഴുവൻ ബന്ധങ്ങൾക്കകത്തും ഇത്തരത്തിലൊരു വിടവോ അകലമോ തണുപ്പോ വന്ന് നിറഞ്ഞിട്ടുണ്ട്. എല്ലാം വെറും യാന്ത്രികമായി അവശേഷിച്ചിട്ടുണ്ട്. യേശുവിനെ വിട്ട് ആ ഓർമ്മകൾ ഉപേക്ഷിച്ച് അവന്റെ പ്രിയപ്പെട്ട ചെറു സംഘത്തിലെ 7 പേര് മടങ്ങിപ്പോവുകയാണ് തങ്ങളുടെ പഴയ സാധാരണ ജീവിതത്തിലേക്ക്. ഉയർപ്പ് പെരുന്നാൾ വരെ നോമ്പിന്റെ ഒരു വേലിക്കെട്ടുണ്ടായിരുന്നു. ചട്ടങ്ങളും കൽപ്പനകളും നിബന്ധനകളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ഭാരത്തിനകത്തായിരുന്നു. ഇങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി ഉയർപ്പ് പെരുന്നാൾ ആയതോടും അത് കഴിഞ്ഞതോടും കൂടി എല്ലാം നമ്മൾ പൊളിച്ചിട്ടു. ഇനി എന്തു വേണമെങ്കിലും ആകാമെന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയാണ്. എല്ലാം ഒരു നാട്യമായിരുന്നു. സ്വയം ഒന്ന് ചോദിക്കേണ്ടതാണ്. ഇതാ പത്രോസ് ഉൾപ്പെട്ട ആ വലിയ സംഘം മടങ്ങിപ്പോവുകയാണ്. യേശു എന്ന ഓർമ്മ പോലും അവരുടെ ജീവിതത്തിൽ നിന്ന് പതിയെ നീങ്ങിപ്പോകുമ്പോൾ അവിടെയും സ്വയം കൂടുതൽ തോറ്റും ചെറുതായും യേശു വന്ന് കാത്തു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ദൈവത്തെ വിട്ടും വിസ്മരിച്ചു ഞാൻ നടത്തുന്ന യാത്രകളും എന്റെ എല്ലാ പരിശ്രമങ്ങളും ഒടുവില് പരാജയത്തിലാവും എത്തുക, ശൂന്യതയിലേക്കാവും എത്തുക. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ തീർച്ചയായും വേദഭാഗം ധ്യാനിച്ചേ മതിയാവും. ദൈവത്തെ വിട്ടും വിസ്മരിച്ചുമുള്ള എന്റെ എല്ലാ പ്രയത്നങ്ങളും സഫലമാകാതെ പോകാനാണ് സാധ്യത ഏറെ. സഫലമാകാത്ത പ്രയത്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം യേശു സാന്നിധ്യത്തെ ഞാൻ ഇതിനകത്ത് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കാനും ഈ ഒരു സന്ദർഭം എന്നെ സഹായിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യാശ. അവിടെ നമ്മളെ യേശു കാത്തുനിൽപ്പുണ്ടെന്നു പ്രാർത്ഥനയോടുകൂടി ആമേൻ.